കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എത്തിയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്നവൻ വിളിക്കപ്പെടുന്നു. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വാക്കുകൾ, വർണ്ണനകൾക്കതീതമായ പ്രയോഗങ്ങൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് അല്ലേ. ആദ്യൻ, അന്ത്യൻ എന്നൊക്കെ പറയുന്ന നാമങ്ങളുണ്ട് അല്ലേ. അവൻ സകല ഭൂരാജാക്കന്മാർക്കും അധിപതിയാണ്, അവൻ അത്ഭുതമന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ വിളിക്കപ്പെടുന്ന അനേക ചിന്തകൾ ദൈവത്തെ പ്രതി നമ്മൾ ദൈവത്തിൻ്റെ പേരുകളായിട്ട് എലോഹീം, എൽഷദായി, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവം, അവൻ സൗഖ്യമാക്കുന്ന ദൈവം, യഹോവ ഈരെ, അവൻ കരുതുന്ന കർത്താവ്. ഇങ്ങനെ പല പ്രയോഗങ്ങൾ നമുക്ക് ബൈബിളിൽ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ആരാണ് അല്ലേ. വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ദൈവം വെളിപ്പെട്ടത് ഓരോ രീതിയിലായിരുന്നു അല്ലേ. ഇപ്പോൾ നമുക്കറിയാം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 3 സുവിശേഷങ്ങളിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം 4 സുവിശേഷങ്ങൾ 4 രീതിയിലാണ്. മത്തായി പറഞ്ഞത് ദൈവം യേശു കർത്താവ് യഹൂദന്മാരുടെ രാജാവാണ്, കിങ് എന്നൊരു പ്രയോഗം. മർക്കോസ് പറഞ്ഞത് അവൻ ദാസനാണ്, ലൂക്കോസ് പറഞ്ഞവൻ മനുഷ്യനാണ്, എന്നാൽ യോഹന്നാൻ പറഞ്ഞവൻ സാക്ഷാൽ ദൈവമാണ്. അപ്പം ഓരോരുത്തർക്കും കർത്താവ് യേശുവിനെ വെളിപ്പെടുത്തി കിട്ടിയതിൻ്റെ പുറകിൽ വ്യത്യസ്തമായ ചിന്തകളുണ്ട് അല്ലേ. അങ്ങനെ വേദപുസ്തകത്തിലല്ലാതെ വ്യക്തികളെ നമ്മൾ ചിന്തിച്ചാൽ, രൂത്തിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, രൂത്തിനോട് ചോദിച്ചേ ദൈവം നിനക്കാരാണ്, അവൻ പറയും അവൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് ദൈവം എന്ന് രൂത്ത് പറയും. നെഹമ്യാവിനെ കുറിച്ച് നെഹമ്യാവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ, നെഹമ്യാവിൻ നിനക്ക് ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയും അവൻ എൻ്റെ ജീവിതത്തെ പണിയുന്നവനാണ്. യെരൂശലേമിനെ പണിത്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾ, അവൻ ആഗ്രഹിച്ച മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പണികൾ നടന്നു വന്നത് അവൻ പറയും ദൈവം പണിയുന്നവനാണ്. അങ്ങനെ പലതരത്തിലുള്ള സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ദൈവം നമുക്കാരാണ് എന്നുള്ള ചിന്തകൾക്ക് യെരൂശലേമിനെ നോക്കി, ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ നോക്കി പറയുകയാണ്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്നവൻ വിളിക്കപ്പെടുന്നു. അപ്പം നമുക്ക് ദൈവമാരാണ്. അതിനൊരു കാരണമുണ്ട്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പറയുന്നതാണ്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല, നിന്റെ യൗവനത്തിൻ്റെ ലജ്ജ നീ മറക്കും, നിന്റെ വൈദവ്യത്തിൻ്റെ നിന്ന ഇനി നീ എന്ത് ചെയ്യത്തില്ല, ഓർക്കത്തില്ല. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കണമേ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വേർപാടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിക്കാറുണ്ട് അല്ലേ. ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒന്നാണ് മരണം, ഇല്ലെങ്കിൽ വേർപാടുകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നമ്മളെ വിട്ട് മാറിപ്പോകാറുണ്ട്. അപ്പനില്ലാത്തവർക്കറിയാം അപ്പനില്ലാത്തതിൻ്റെ വേദന അല്ലേ. ഭാര്യയില്ലാത്തവർക്കറിയാം, ഭർത്താവില്ലാത്തവർക്ക് ആ വേദന അറിയാം. പക്ഷേ അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമുക്ക് ആ രീതിയിൽ വെളിപ്പെടും. താതനില്ലാത്തവർക്ക് താതനായി, അപ്പനില്ലാത്തവർക്ക് അപ്പനായി, അപ്പനില്ലാത്തവർക്ക് അമ്മയായി, അതാണ് പറയുന്നത് നിൻ്റെ സൃഷ്ടാവ് നിൻ്റെ ഭർത്താവാണെന്ന് പറയുകയാണ്. നിൻ്റെ സ്തോത്രം. നിനക്ക് ഒരുപക്ഷെ ഭർത്താവില്ല എങ്കിൽ അതിന് പകരം നമുക്ക് വേണ്ടി കരുതുവാൻ, നമ്മെ സ്നേഹിപ്പാൻ, നമ്മെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് നൽകിത്തരാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ഭർത്താവായി വെളിപ്പെട്ടു വരുമെന്ന്. അതാണ് ഇവിടെ പറയുന്നത്, നിൻ്റെ സൃഷ്ടാവാകുന്നു നിൻ്റെ ഭർത്താവ്. അടുത്ത് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിൻ്റെ
വീണ്ടെടുപ്പുകാരനാണ്. സ്തോത്രം. അടുത്ത് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്ന അവൻ്റെ നാമം അല്ല സർവ്വഭൂമിയുടെയും ദൈവമെന്നവൻ വിളിക്കപ്പെടും. നമ്മുടെ കർത്താവ് നമുക്കെല്ലാമായി, അപ്പനില്ലെങ്കിൽ അപ്പനായി, അമ്മയില്ലെങ്കിൽ അമ്മയായി, അപ്പനില്ലെങ്കിൽ സ്തോത്രമല്ലേ, സഹോദരങ്ങളില്ലെങ്കിൽ സഹോദരനായി ഇല്ലെങ്കിൽ സഹോദരിയായി നമ്മോട് കൂടെ ഇരിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ പറയാം, ആരുമില്ലാത്തവർക്ക് എല്ലാമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കര നമുക്ക് വേണ്ടി ചലിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിച്ചു. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.